ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള 6 പാനൽ കുർത്തിയാണ് ചെയ്യണത്. അതിന് ഫുൾ സ്ലീവും. അപ്പോൾ ഒരു 2.5 മീറ്റർ തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 60 ഇഞ്ച് വീതിയുണ്ട് അതിന്. പക്ഷേ 2.5 മീറ്റർ തുണിയുണ്ട് നമുക്ക് ഫുൾ സ്ലീവ് എങ്ങനെ അതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ കഷ്ടിയുള്ളൂ, കുറവ് തന്നെയാണുള്ളത്, 2.5 മീറ്റർ കഷ്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ആ തുണി എനിക്ക് വേറെ ഇതിൽ ബാക്കി വന്നൊരു തുണിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ പാനൽ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു ചെറിയ പീസുകൾ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് ചെയ്യുന്നതാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ. പാനൽ കട്ട് ചെയ്യുന്നത് ഞാനിതുപോലെ ഇതേ പാനൽ കട്ട് ചെയ്യുന്ന ഒരു കുർത്തിയുടെ ഞാനിതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അത് സംശയമുള്ളത് ആ ഭാഗമൊക്കെ നമുക്ക് അതിൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അൺഈവനായിട്ടുള്ള ഭാഗങ്ങളുണ്ടെന്ന് അതൊക്കെ ഒന്ന് ഈവനാക്കി എടുത്തു. അതിനുശേഷം ഇത് 4ആയിട്ട് ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ് 2 ഭാഗത്തേക്കുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് പാനൽ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 6 പാനലല്ലേ വേണ്ടത്. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഈ ഒരു വീതി എന്ന് പറയുന്നത് 24 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വീതിയുള്ള തുണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വീതിയുണ്ട് തുണിക്ക്. അപ്പോൾ ഞാനിതിൻ്റെ പാനൽ മുറിക്കുമ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 3.5 ഇഞ്ച്. അപ്പോൾ 3.5യുടെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 4 ഇഞ്ച് സീം അലവൻസ് ഉള്ളതും കൂട്ടിയിട്ടാണ് മുകളിൽ ഞാൻ അടയാളപ്പെടുത്തി ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചത്. നമ്മുടെ എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതിയുടെ കൂടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി. താഴോട്ട് നമ്മുടെ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14ൻ്റെ കൂടെ ഒരു 3 ഇഞ്ചെങ്കിലും കൂട്ടി 17 ഇഞ്ച് ഇതുപോലെ ലെങ്ത്തിൽ ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ 4 ഇഞ്ച് താഴേക്കുണ്ടോ എന്ന് നോക്കണം ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതുപോലെ ഞാൻ 17 ഇഞ്ചിലാണ് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തെ പാനലിൻ്റെ വിഡ്ത്ത് നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ വീതി എന്ന് പറഞ്ഞല്ലോ നേരത്തെ 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കുക കണ്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പകുതി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിയാണ് തുന്നാനായിട്ട്. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പകുതി എടുത്ത് വെച്ചിട്ട് നമുക്കിത് നമ്മുടെ ഈ ഒരു 17 വന്ന് നിൽക്കണ ആ ഒരു ഇതില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചാനലിൽ വേറെ ഞാൻ പാനൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അത് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനതിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ പാനൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിൽ പാനൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് കൃത്യമായി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി സ്പീഡിൽ പോവാണ് കേട്ടോ. കാരണം നമ്മൾ സ്ലീവിൻ്റെ ഭാഗമാണ് ഞാൻ കൂടുതലായിട്ടും ഇതിൽ പറയുന്നത് കേട്ടോ. അതും അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു സെൻട്രൽ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫ്രണ്ടിൽ ആ ഒരു സെൻറ്റർ പാർട്ട് നമുക്ക് കിട്ടി. അതിനുശേഷം അപ്പുറത്തും നമുക്ക് 2 പാർട്ട് ഉണ്ടാവുമല്ലോ. അതായത് 3 പാനലല്ലേ നമ്മുടെ കുർത്തി വരുന്നത്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ പാർട്ട് നമ്മൾ ഇതുപോലെ വിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്യാണ്. നമ്മുടെ ഏറ്റവും താഴത്തെ ഭാഗം നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. താഴത്തെ ഭാഗം കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ഭാഗം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം എടുക്കേണ്ടത് അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഈ സെൻറ്റർ പാനലിനോട് യോജിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് കറക്റ്റായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം. അതുപോലെ ഫ്രണ്ടിലോട്ട് 3 എണ്ണം, അതുപോലെ ബാക്കിലോട്ട് 3 എണ്ണമായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സംശയം ഉണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ വീഡിയോയിൽ നോക്കിയോളൂ. അപ്പം ഞാൻ ഇതുപോലെ പാനലൊക്കെ തയ്ച്ചു കൊണ്ടുവന്ന് 2ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്, ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടുള്ളത്. അപ്പോൾ 4ആയിട്ട് മടക്കി വെക്കില്ലേ. അപ്പോൾ ബാക്കിൽ ഒരു പീസും ഫ്രണ്ടിലോട്ട് വേറൊരു പീസുമായിട്ട് പാനൽ മുറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 6 പാനലുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ നോക്കാം. ഇനി നമ്മൾ സാധാരണ നമ്മുടെ കുർത്തിക്ക് എങ്ങനെയാണോ അളവെടുക്കുക അതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഷോൾഡർ ഞാൻ പറഞ്ഞല്ലോ 7 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ വരുന്നത്. അപ്പോൾ 7 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോൾ എടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട്. പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം 10 ഇഞ്ചാണ്, 40 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ചാണ് വരിക. പിന്നെ ഇനി കോർണറിൽ ബാക്ക് ആം ഹോളിന് ഞാൻ ഇതുപോലെ 1.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് കോർണർ. പിന്നെ അതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഇനി എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് വേസ്റ്റ് 14 അല്ലേ, അല്ലെങ്കിൽ 15. അപ്പോൾ അങ്ങനെ കൊടുക്കുക, ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൊടുക്കുക. ആ ഭാഗത്തെ അളവ് എത്രയാണെന്ന് ചോദിക്കുക. ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കില്ലേ. അപ്പോൾ എനിക്ക് വരുന്നത് 8.75 കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അവിടെ നിന്ന് താഴോട്ട് നമ്മുടെ ആ ഒരു പാനലുകൾക്ക് എത്രയാണോ വീതിയുള്ളത് അത്ര വീതിയിൽ നമ്മൾ ഒന്ന് ചെരിച്ച ഇലയൻ പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരു 3 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഹൈറ്റിൽ വരച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മുടെ കുർത്തിയുടെ ആ ഭാഗം ചെരിഞ്ഞു
അതായത് തൂങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തതിൽ പാനലിന് ലൈനിങ് ഇല്ല കേട്ടോ, ഞാനിത് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ ലൈനിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു പാനൽ കണ്ടില്ല 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ലൈനിങ്ങിൻ്റെ ക്ലോത്ത്. അപ്പോൾ നമ്മുടെ ആ പാനൽ മുറിച്ച പാനലുകൾ ആ ഒരു നമ്മുടെ ആ കുർത്തിയുടെ ഷേപ്പ് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫോൾഡഡ് സൈഡിൽ തന്നെ വെക്കണം. ഫോൾഡഡ് സൈഡിൽ വെച്ച് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ പോകണം കേട്ടോ, ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടുള്ള ലൈനിങ്ങിൻ്റെ. എന്നിട്ട് നമ്മൾ ആ ഒരു അതേപോലെ തന്നെ ട്രേസ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ തന്നെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ താഴോട്ട് നമ്മുടെ വീതി കുറവാണല്ലോ, നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അത്ര വീതിയിലല്ലോ ലൈനിങ്ങിന്. അപ്പോൾ അതിൻ്റെ മാക്സിമം വീതിയിൽ നമ്മളിത് ഒരു എയർലൈൻ പോലെ നമ്മളൊന്ന് വരച്ചെടുക്കുക. മാക്സിമം എത്ര വീതി കിട്ടണോ ആ ഒരു വീതിയിൽ. ഇതിപ്പോൾ ഒരു ഷിഫോൺ പോലത്തെ ഒരു തുണിയാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അതിൽ വെക്കാം. ക്രൈപ്പോ അല്ലെങ്കിൽ പോളിസ്റ്ററോ എങ്ങനെയാണെങ്കിൽ വെച്ചെടുക്കുക. ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ, ആ ഒരു ഭാഗം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്തല്ലോ അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിനും ചെയ്താൽ നല്ലതായിരിക്കും, ആ ഭാഗം തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുർത്തിയുടെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടില്ലേ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരേ ലെവലിൽ നമ്മൾ വെച്ച് എടുത്തു കേട്ടോ. ഇനി നമ്മളിതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗമല്ലേ, ആ ഒരു ഭാഗം നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒരുപോലെ വെച്ച് തയ്ക്കുക. ഞാനിതിൽ ക്യാൻവാസാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ലൈനിങ് വെച്ച് മറച്ചടിക്കുക. ഞാൻ ക്യാൻവാസ് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാൻ അതുപോലെ ക്യാൻവാസാണ്. അപ്പോൾ ഞാനിതുപോലെ സ്ക്വയർ നെക്കാണ്, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒരേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 4 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിലോട്ട് 5.5 ഇഞ്ചും ബാക്കിലോട്ട് 5 ഇഞ്ചുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് സ്ലീവ് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വന്ന് ബാക്കി വന്ന തുണിയാണ് ഇങ്ങനെ ഒരു നീളനൊരു പീസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇത് നീളനായിട്ടൊരു പീസ് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് ഫുൾ സ്ലീവ് തയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തോ. അപ്പോൾ നമുക്കിത് ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാതെ ഇതുപോലൊരു പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ലീവിൻ്റെ കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ ഇതുപോലെ നമുക്ക് വലിയൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ഭാഗം ഞാൻ ഒരു ഭാഗം ഫോൾഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഞാൻ വെച്ച ആ പൊസിഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഞാനതുപോലെ ഒരു ഭാഗത്ത് ഫോൾഡാണ്. അപ്പോൾ ആ ഫോൾഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ലെങ്ത്തിനനുസരിച്ച് അത്ര വേണം, അത്ര നമുക്കൊരു 2 പീസ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇതിപ്പോൾ ഐഡിയ കിട്ടിയില്ലെങ്കിലും അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. അപ്പോൾ ഞാൻ ഒരു അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. അപ്പോൾ എനിക്കിത് ഇതുപോലെ 2 പീസാണ് കിട്ടിയത് കണ്ടോ. 2 പീസ് നമുക്ക് കിട്ടിയില്ല, 2 പീസായല്ലോ, കണ്ടില്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ വെച്ച ആ പീസിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ 2 സെപ്പറേറ്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാനാണ്. അപ്പോൾ ഇനി ഒരു ഭാഗമാണ് ആ മുകളിൽ, ആ ഭാഗമല്ലേ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കണം കേട്ടോ. ആ മുകളിൽ അവിടെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ആ ഒരു ഭാഗം കൃത്യമായിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊണ്ടുവരണം. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അളവെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് എത്ര കിട്ടാൻ നോക്കാം. അപ്പോൾ എനിക്കൊരു 24 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സീം അലവൻസ് അടക്കാണ് കേട്ടോ എനിക്ക് 24 ഇഞ്ച് കിട്ടുന്നത്. അത് കിട്ടും, അങ്ങനെ ഒരു കിട്ടും. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1/2 ഇഞ്ചിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് തയ്ച്ചു കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ പുള്ളി പോലത്തെ തുണി ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്നറിയില്ല, എന്നാലും കണ്ടില്ലേ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എടുത്തിട്ട് ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഫോൾഡ്. അപ്പോൾ നമ്മുടെ ശരിക്കും ആ സ്ലീവ് പോലെയല്ലേ, അവിടെ ഒരു ജോയിൻറ്റ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു തുണിയിൽ ഇപ്പോൾ ഒരു ജോയിൻറ്റ് വന്നാൽ അവിടെ ഒന്നും കാണാൻ പോകില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചില തുണികളിൽ മാത്രം അതിങ്ങനെ ഇതായിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് ഷേപ്പായി കിട്ടി നമുക്ക്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ആം ഹോൾഡർ റൗണ്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് 8 ഇഞ്ച് വരും. 8 ഇഞ്ചാണ് എൻ്റെ ആം ഹോൾഡർ റൗണ്ട് വരുന്നത്, അതിൻ്റെ സ്ലീവിൻ്റെ ആ ഭാഗം. അത് കഴിഞ്ഞ് 2 ഇഞ്ച് സീം അലവൻസ് കണ്ടോ. അപ്പോൾ ആ ഭാഗം നോക്കുമ്പോൾ എനിക്ക് 10 ഇഞ്ച് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫുൾ സ്ലീവിനുള്ള ആ ഒരു സ്ലീവ് ലെങ്ത്തും കിട്ടുന്നുണ്ട്, അതിൻ്റെ വിഡ്ത്തും കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പം ഞാനതിൻ്റെ ചീത്തപ്പുറം, അതായത് 2 സ്ലീവ് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. ചീത്തപ്പുറത്താണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം നമ്മളിത് ഇതുപോലെ 2 സ്ലീവിനുള്ളത് ആ 1/2 ഇഞ്ച് മുകളിൽ തയ്ച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതാണ് ഞാൻ അടയാളപ്പെടുത്തി, ലെങ്ത്ത് 24 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. എന്നിട്ട് ഞാനതൊക്കെ ഇതാക്കി വെച്ചു. അതിന് ശേഷം നമ്മളൊരു 8 ഇഞ്ചിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആം ഹോൾഡർ റൗണ്ടിൻ്റെ പകുതി വരുന്നത് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഇനി ഒരു 3.5 ഇഞ്ചിൽ ആ ഒരു ഭാഗത്തുനിന്ന് ഞാൻ തുടങ്ങി ഒരു 3.5 ഇഞ്ചിലാണ്
ഹൈറ്റാണ്, ക്യാപ്പ് ഹൈറ്റ്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റിൻ്റെ വീഡിയോ അറിയാത്തവർക്ക് നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ക്യാപ്പ് ഹൈറ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലെന്താണെന്നുള്ളത്. ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കുക കേട്ടോ, ചെരിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ചെരിച്ച് വരച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരയ്ക്കില്ല, അതിൻ്റെ പകുതി എടുത്തിട്ട് ഷേപ്പ് വരയ്ക്കാം കേട്ടോ. ഈ തുണിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷിഫോൺ പോലത്തെ തുണിയാണ്. അപ്പോൾ നമുക്കത് വരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വരച്ചത് കേട്ടോ. അപ്പോൾ അതാണ് ഒരു ഷേപ്പില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. കട്ട് ചെയ്തപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വരയ്ക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടില്ല എന്ന് മാത്രം. ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി 2 ഇഞ്ച് നമ്മൾ കുർത്തിക്ക് അത് സീം അലവൻസ് 2 ഇഞ്ചല്ലേ കൊടുത്തേ, അപ്പോൾ അതുപോലെ തന്നെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുത്തു. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗത്ത് എനിക്ക് കണ്ടോ 6 ഇഞ്ചാണ് മൊത്തം ചുറ്റുമ്പോൾ വരിക. അപ്പോൾ അതിൻ്റെ പകുതി ഞാനെടുത്തു 3 ഇഞ്ച് എനിക്ക് അവിടെ അടയാളപ്പെടുത്തിയിട്ടു കേട്ടോ ഞാൻ, കണ്ടോ. എന്നിട്ട് നമ്മുടെ അതിന് ശേഷം ഒരു 2 ഇഞ്ച് ഇതുപോലെ സീം അലവൻസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതേ സീം അലവൻസിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇപ്പുറത്ത് കൊടുത്ത ആ സീം അലവൻസിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ. കണ്ടില്ലേ, ആ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്താണല്ലോ. ഇനി അതിന് ശേഷം നമ്മുടെ മെയിൻ പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തു നിന്നുള്ളത് നമ്മുടെ ശരിക്കുള്ള ആ ഒരു കറക്റ്റ് ഫിറ്റിലേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കണ്ടോ. അപ്പോൾ സീം അലവൻസ് കറക്റ്റായിട്ട് വരച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അത് ആ ഒരു ഭാഗം കണ്ടോ, കറക്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ, നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചെയ്യാനുള്ളത്, ഇതിൻ്റെ ഈ ഒരു അടിഭാഗമല്ലേ, ഏറ്റവും അടിയിലായിട്ടുള്ളൊരു ഭാഗത്ത് നമുക്കൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ. 1 ഇഞ്ചിൽ ഞാൻ അതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കും. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരു ഫുൾ സ്ലീവാണ് കിട്ടുക കണ്ടോ. ഞാൻ അതുപോലെ ഫുൾ സ്ലീവ് തയ്ച്ചെടുത്തു കേട്ടോ. അപ്പോൾ 24 ഇഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നെക്കൊക്കെ ഞാൻ ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. പാനലൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടത്, നമ്മൾ 14 ഇഞ്ച് വരെ, അതായത് ഈ ഫുൾ സ്ലീവ് ഇതുപോലെ നമുക്ക് കിട്ടി. അതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ തയ്ക്കണം. മെയിൻ ക്ലോത്തിൻ്റെ ഒപ്പം വെച്ച് തയ്ക്കരുത് കേട്ടോ. ഒരു കാരണവശാലും ഞാനതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടോ, അതുകൊണ്ടാണ് ആ വീഡിയോ എൻ്റെ കയ്യിൽ പോയി. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ അതിൻ്റെ ലൈനിങ് തുന്നിയിരിക്കുന്നത് കേട്ടോ. ലൈനിങ് വേറെ, അതുപോലെ തന്നെ 15 ഇഞ്ച് വരെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുപോലെ തുന്നി. അതിന് ശേഷം ലൈനിങ് വേറെ, അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും വേറെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ കിട്ടിയിട്ടുണ്ട്. ഫുൾ സ്ലീവും കിട്ടി നമ്മൾ 2.5 മീറ്ററിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.